നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്നത്തെ സമൂഹത്തിൽ പലരും തങ്ങൾ വിലകുറഞ്ഞവരാണെന്നും അവഗണിക്കപ്പെടുന്നുവെന്നും തോന്നുന്നു. പക്ഷേ ഇത് നിങ്ങൾ അംഗീകരിക്കേണ്ട വിധിയല്ല. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. ആരും അവഗണിക്കാൻ പറ്റാത്ത ശക്തവും സുസ്ഥിരവുമായ സാന്നിധ്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന യാത്ര. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ബന്ധത്തിൽ തെറ്റുകൾ വരുത്തിയ ശേഷം ആകർഷണം വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിയുമോ എന്നും അച്ചടക്കം എങ്ങനെ ബന്ധത്തിന്റെ ഗതി മാറ്റിമറിക്കുമെന്നും ചർച്ച ചെയ്യും. ശാന്തമായ ശക്തിയും സ്വയം നിയന്ത്രണവും വിലമതിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സ്റ്റോയിക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. യാഥാർത്ഥ്യം ശാന്തമായി സ്വീകരിക്കുക. ആകർഷണം വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ആദ്യപടി ലളിതമാണെങ്കിലും വൈകാരികമായി വെല്ലുവിളി നിറഞ്ഞതാണ്. തെറ്റുകൾ സംഭവിച്ചു എന്ന് സ്വീകരിക്കുക. പല പുരുഷന്മാരും തങ്ങളുടെ പ്രവൃത്തികൾ പ്രതിരോധിക്കാനോ വിശദീകരിക്കാനോ ശ്രമിക്കുന്നു. നീ തെറ്റിദ്ധരിച്ചു, അത് ഞാൻ ഉദ്ദേശിച്ചത് അല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ആകർഷണം വാദപ്രതിവാദങ്ങളിലൂടെ തിരിച്ചുവരുന്നില്ല. ഒരു പുരുഷൻ തന്റെ തെറ്റ് ശാന്തമായി അംഗീകരിക്കുമ്പോൾ അത് സ്വയം അറിവിന്റെ പ്രകടനമാവുന്നു. ഈ സ്വയം അറിവ് ക്ഷമാപണങ്ങളെക്കാൾ വേഗം ബഹുമാനം തിരിച്ചു കൊണ്ടുവരും. ഒരു തെറ്റ് സംഭവിച്ച ശേഷം ഞാൻ അത് നന്നായി കൈകാര്യം ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ശാന്തമായി പറയുന്നത് സാഹചര്യത്തിലെ ടെൻഷൻ കുറയ്ക്കുകയും പക്വതയും ഉത്തരവാദിത്തബോധവും കാണിക്കുകയും ചെയ്യുന്നു. ഈ ശാന്തമായ അംഗീകാരം ആകർഷണത്തിന്റെ വാതിൽ തുറക്കാൻ സഹായിക്കുന്നു. കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ധൃതപ്പെടരുത്. ബന്ധം അകലാൻ തുടങ്ങുമ്പോൾ പല പുരുഷന്മാരും ഉടനടി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. നീണ്ട മെസ്സേജുകൾ അയക്കുന്നു, മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, എല്ലാ പ്രശ്നങ്ങളും ഒറ്റരാത്രി കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആകർഷണം ഈ ധൃതിയോട് നന്നായി പ്രതികരിക്കുന്നില്ല. ധൃതി സ്ഥിരതയല്ല, ഭയമാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ഏറ്റവും ഫലപ്രദമായ പ്രതികരണം ഉടനടി ആക്ഷൻ എടുക്കുന്നതല്ല, പിന്നോട്ട് മാറി സമ്മർദ്ദം കുറയ്ക്കുന്നതാണ്. ടെൻഷൻ ഉണ്ടായ ശേഷം ഒരു കോഫി മീറ്റിംഗിൽ ഉടനടി നമുക്ക് എല്ലാം ഫിക്സ് ചെയ്യാം എന്ന് സീരിയസ് സംഭാഷണം ആരംഭിക്കുന്നതിന് പകരം സാധാരണ കാര്യങ്ങൾ സംസാരിക്കുക, ചിരിക്കുക, സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കുക. ഈ സ്പേസ് അവൾക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്നു. ആദ്യം ആന്തരിക സ്ഥിരത വീണ്ടെടുക്കുക. ആകർഷണം പലപ്പോഴും വൈകാരിക സ്ഥിരത നഷ്ടപ്പെടുമ്പോൾ മങ്ങുന്നു. ഒരു പുരുഷൻ റിയാക്റ്റീവ് ആവുകയോ ആശങ്കാകുലനാവുകയോ വാലിഡേഷൻ ആശ്രയിക്കുകയോ ചെയ്താൽ ബന്ധം ടെൻഷൻ നിറഞ്ഞതാവുന്നു. ആകർഷണം വീണ്ടെടുക്കൽ ആദ്യം അകത്തുനിന്ന് ആരംഭിക്കണം. ഒരു പുരുഷൻ സ്വയം ഡിസിപ്ലിൻ, ലക്ഷ്യങ്ങൾ, വൈകാരിക സമാധാനം എന്നിവയിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ സാന്നിധ്യം സ്വയമേവ മാറുന്നു. തെറ്റ് സംഭവിച്ച ശേഷം നിരന്തരം മെസ്സേജ് അയക്കുന്നതിന് പകരം ജിമ്മിൽ ഫോക്കസ് ചെയ്യുക, ജോലിയിൽ മെച്ചപ്പെടുക, സ്വന്തം ജീവിതം ക്രമീകരിക്കുക. ഈ ആന്തരിക സ്ഥിരത അവനെ ശാന്തനും ആത്മവിശ്വാസിയുമാക്കുന്നു. വാക്കുകൾക്ക് പകരം ആക്ഷൻ സംസാരിക്കട്ടെ. വാക്കുകൾ ആവർത്തിച്ചാൽ അവയുടെ ശക്തി കുറയുന്നു. മാറ്റത്തിന്റെ വാഗ്ദാനങ്ങൾ, വിശദീകരണങ്ങൾ, വൈകാരിക പ്രസംഗങ്ങൾ എന്നിവ പലപ്പോഴും ശബ്ദമായി മാറുന്നു. ആകർഷണം കൺസിസ്റ്റൻസിയിലൂടെയാണ് വീണ്ടെടുക്കുന്നത്. ഞാൻ മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ശാന്തമായി പെരുമാറുക, സ്പേസ് ബഹുമാനിക്കുക, സ്വന്തം ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഈ മൗനമായ മാറ്റം ആളുകൾ സ്വയം ശ്രദ്ധിക്കുന്നു. സമ്മർദ്ദം നീക്കം ചെയ്യുക. ഓരോ സംഭാഷണത്തിലും നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നുണ്ടോ എന്ന സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ അന്തരീക്ഷം ടെൻഷൻ നിറഞ്ഞതാവുന്നു. ആകർഷണം റിലാക്സ്ഡ് അന്തരീക്ഷത്തിലാണ് വളരുന്നത്. ഫലം നിർബന്ധിക്കുന്നതിന് പകരം ശാന്തവും സ്വാഭാവികവുമായ ഇടപെടലുകൾ സൃഷ്ടിക്കുക. ടെൻഷൻ ഉണ്ടായ ശേഷം ഉടനടി എല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം സാധാരണ കാര്യങ്ങൾ സംസാരിക്കുക, ചിരിക്കുക, സ്പേസ് നൽകുക. ഈ സ്പേസ് അവളെ ചിന്തിക്കാൻ അവസരം നൽകുന്നു. നിഗൂഢത വീണ്ടും സൃഷ്ടിക്കുക. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് വെളിപ്പെടുത്തുന്നില്ല, അവൻ തന്റെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ സ്വന്തമായി സൂക്ഷിക്കുന്നു. ഒരു ഡേറ്റിലോ സംഭാഷണത്തിലോ അവൻ തന്റെ എല്ലാ പ്രശ്നങ്ങളും, ഭൂതകാല വേദനകളും, ദൈനംദിന റൂട്ടീനുകളും ഒറ്റയടിക്ക് പറയുന്നില്ല, പതിയെ ആഴത്തിലുള്ള സംഭാഷണങ്ങളിൽ മാത്രം തുറന്നു കാണിക്കുന്നു. ഈ നിഗൂഢത അവനെ കൂടുതൽ രസകരനാക്കുന്നു. സ്ത്രീകൾ അവനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ ജിജ്ഞാസ് ആകർഷണം നിലനിർത്തുന്നു. നിങ്ങൾ എല്ലാം വെളിപ്പെടുത്തുമ്പോൾ ജിജ്ഞാസ് കുറയുന്നു. പക്ഷേ ചില ഭാഗങ്ങൾ മറച്ചുവെക്കുമ്പോൾ അവൾക്ക് നിങ്ങളെ കൂടുതൽ അറിയാൻ തോന്നുന്നു.
സ്വയം ബഹുമാനം വീണ്ടെടുക്കുക. ആകർഷണം പലപ്പോഴും ഒരു പുരുഷൻ സ്വയം ബഹുമാനിക്കുന്നത് നഷ്ടപ്പെടുമ്പോൾ മങ്ങുന്നു. തെറ്റ് സംഭവിച്ച ശേഷം ചിലർ നിരന്തരം ക്ഷമ ചോദിക്കുകയോ അമിതമായി അനുസരിക്കുകയോ പീപ്പിൾ പ്ലീസിംഗ് ചെയ്യുകയോ ചെയ്യുന്നു. ഇത് ആകർഷണത്തെ കൂടുതൽ അകറ്റുന്നു. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ തെറ്റ് അംഗീകരിക്കുമ്പോഴും സ്വന്തം ബഹുമാനം നിലനിർത്തുന്നു. അവൻ സ്വയം താഴ്ത്തുന്നില്ല, സ്വന്തം മൂല്യം മറക്കുന്നില്ല. ഒരു തെറ്റ് സംഭവിച്ച ശേഷം ഞാൻ അത് നന്നായി കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ ശേഷം അവൻ സ്വന്തം ജീവിതം തുടരുന്നു. അവൻ അമിതമായി ക്ഷമ ചോദിക്കുന്നില്ല, സ്വന്തം സ്റ്റാൻഡേർഡ് താഴ്ത്തുന്നില്ല. ഈ സ്വയം ബഹുമാനം അവനെ ശക്തനും ആകർഷകനുമാക്കുന്നു. സ്ത്രീകൾ സ്വയം ബഹുമാനിക്കുന്ന പുരുഷന്മാരിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. സ്പേസ് നൽകുക. മനുഷ്യ വികാരങ്ങൾ ഉടനടി റീസെറ്റ് ആവുന്നില്ല. ടെൻഷൻ ഉണ്ടായാൽ അത് പതിയെ മാറുന്നു. പല പുരുഷന്മാരും ഈ സ്പേസിന്റെ ശക്തി മനസ്സിലാക്കുന്നില്ല. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ സമ്മർദ്ദം കുറയ്ക്കാൻ സ്പേസ് നൽകുന്നു. അവൻ ഉടനടി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ടെൻഷൻ ഉണ്ടായ ശേഷം നിരന്തരം മെസ്സേജ് അയക്കുന്നതിന് പകരം അവൾക്ക് ചിന്തിക്കാൻ സമയം നൽകുന്നു. ഈ സ്പേസ് അവളെ ശാന്തമാക്കുകയും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. സ്പേസ് ഇല്ലാത്തപ്പോൾ ടെൻഷൻ വർദ്ധിക്കുന്നു. സ്പേസ് ഉണ്ടാവുമ്പോൾ ആകർഷണം പതിയെ തിരിച്ചുവരാം. പ്രെഡിക്റ്റബിൾ ആവാതിരിക്കുക. നിരന്തരം ലഭ്യമാവുന്നത് ആകർഷണം കുറയ്ക്കും. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ സമയവും ഊർജവും സംരക്ഷിക്കുന്നു. ഓരോ മെസ്സേജിനും ഉടനടി റീപ്ലൈ ചെയ്യുന്നതിന് പകരം തന്റെ ജീവിതക്രമം നിലനിർത്തുന്നു. അവൻ ലഭ്യനാണ്, പക്ഷേ എപ്പോഴും ലഭ്യനല്ല. ഈ ബാലൻസ് അവന്റെ സാന്നിധ്യത്തിന് മൂല്യം നൽകുന്നു. ആളുകൾ അവനോട് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നു. വിജയിക്കാൻ ശ്രമിക്കാതെ മെച്ചപ്പെടാൻ ശ്രമിക്കുക. ആകർഷണം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കുക. ഈ ഷിഫ്റ്റ് ഊർജം മാറ്റുന്നു. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ഫലത്തിന് പകരം വളർച്ചയിൽ ഫോക്കസ് ചെയ്യുന്നു. അവൻ സ്വയം മെച്ചപ്പെടുത്തുമ്പോൾ ആകർഷണം സ്വയമേവ തിരിച്ചുവരാം. ബ്രേക്കപ്പിന് ശേഷം അവളെ തിരിച്ചു കിട്ടണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ജിമ്മിൽ പോകുക, സ്കില്ലുകൾ വികസിപ്പിക്കുക, ജീവിതം മെച്ചപ്പെടുത്തുക. ഈ വളർച്ച അവനെ കൂടുതൽ ആകർഷകനാക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഒരു ബന്ധത്തിൽ തെറ്റുകൾ സംഭവിച്ച ശേഷം ആകർഷണം വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്തു. ഈ 10 ശക്തമായ സ്ട്രാറ്റജികൾ വെറും തന്ത്രങ്ങളല്ല, അവ നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കാനുള്ള വഴികളാണ്. ഈ ഗുണങ്ങൾ നിങ്ങളെ ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷനാക്കി മാറ്റും. ആകർഷണം പലപ്പോഴും ഡ്രാമാറ്റിക് മൊമെന്റുകളിലൂടെ തിരിച്ചുവരുന്നില്ല, അത് പതിയെ, ശാന്തമായി, നിങ്ങളുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തിരിച്ചുവരുന്നു. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ, സ്വയം ബഹുമാനിക്കുമ്പോൾ, വളരുമ്പോൾ ആകർഷണം സ്വയമേവ തിരിച്ചുവരാം. ഓർക്കുക, യഥാർത്ഥ ശക്തി ബന്ധം തിരിച്ചു കിട്ടുന്നതിലല്ല, നിങ്ങൾ സ്വയം മെച്ചപ്പെടുന്നതിലാണ്. നിങ്ങൾ ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷനായി മാറുമ്പോൾ ശരിയായ വ്യക്തി നിങ്ങളിലേക്ക് സ്വയം ആകർഷിക്കപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഗുണം ഏതാണ്? കമന്റിൽ പറയുക. നിങ്ങളുടെ ജീവിതം ശാന്തവും ശക്തവുമായിരിക്കട്ടെ. നിങ്ങൾ മുന്നോട്ട് പോകുക. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.